പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാണ് ലളിതാംബിക അന്തർജനം? അഗ്നിസാക്ഷി എന്ന നോവലിലൂടെ മലയാള സാഹിത്യ നഭസിൽ നക്ഷത്ര ശോഭ പകർന്ന എഴുത്തുകാരിയായിരുന്നു ലളിതാംബിക അന്തർജനം. നമ്മുടെ എഴുത്തുകാരെയും കൃതികളെയും ലഘുവായി പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും ചെയ്ത് പരിപൂർണ പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ലളിതാംബിക അന്തർജനം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ 1909 മാർച്ച് 30 ജനിച്ചു. 1987 ഫെബ്രുവരി 6 അന്തരിച്ചു. പിതാവ് തെങ്ങുന്നത്തുമഠത്തിൽ ദാമോദരൻ പോറ്റി, മാതാവ് ചങ്ങരപ്പിള്ളി മനയ്ക്കൽ ആര്യ അന്തർജനം. കഥ, കവിത, നാടകം, ബാലസാഹിത്യം, ആത്മകഥ എന്നിങ്ങനെ സാഹിത്യത്തിന്റെ വ്യത്യസ്ത ശാഖകളിൽ ഒട്ടേറെ കൃതികൾ നമുക്ക് സമ്മാനിച്ച ലളിതാംബിക അന്തർജനത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. ലളിതാംബിക അന്തർജനത്തിന്റെ കാവ്യകൃതികളിൽ ലളിതാഞ്ജലി, ഭവദീപ്തി, ഒരു പൊട്ടിച്ചിരി, ആയിരത്തിരി, നിശബ്ദ സംഗീതം എന്നിവ ഉൾപ്പെടുന്നു. കഥകളിൽ മൂടുപടത്തിൽ, കാലത്തിന്റെ ഏടുകൾ, തകർന്ന തലമുറ, കിളിവാതിലിലൂടെ, കൊടുങ്കാറ്റിൽ നിന്ന്, കണ്ണീരിന്റെ പുഞ്ചിരി, അഗ്നിപുഷ്പങ്ങൾ, സത്യത്തിന്റെ സ്വരം, വിശ്വരൂപം, ബീരേന്ദ്ര മജുംദാരുടെ അമ്മ, പവിത്രമോതിരം എന്നിവയും ഉൾപ്പെടുന്നു. ഗ്രാമബാലിക, കുഞ്ഞോമന, ഗോസായി പറഞ്ഞ കഥ, തേൻതുള്ളികൾ, മൃഗശാലയിൽ തുടങ്ങിയ ബാലസാഹിത്യ കൃതികളുമുണ്ട്. ആത്മകഥയ്ക്ക് ഒരാമുഖം എന്ന പേരിലാണ് ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കഥ എഴുതുന്ന പെൺകുട്ടി, നിങ്ങൾ വായിച്ചു. വായനക്കാരുടെ ഹൃദയം കവരുന്ന കഥകൾ ഇപ്പോൾ ഓർഡർ ചെയ്യാം. 9048495394 എന്ന നമ്പറിൽ നിങ്ങളുടെ പേരും വിലാസവും വാട്സാപ്പ് ചെയ്യൂ. പുസ്തകം വീട്ടിലെത്തും. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. എല്ലാവർക്കും നന്ദി.